ഇമാമെ അഹ്ലുസുന്നത്, മുജദ്ദിദെ മില്ലത്ത്, ആഷിഖുർ റസൂൽ ഇമാം മുഹമ്മദ് റസാ ഖാൻ ഫാദിൽ ബറേൽവി റളിയല്ലാഹു അൻഹുവിനെ കേരളക്കാരനായ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കേരളത്തിലുള്ള മഹാപണ്ഡിതനായിരുന്ന ഇമാം മുഹമ്മദ് കോയ ഷാലിയാദി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദന്മാരിൽ പ്രമുഖനായിരുന്നു മഹാനായ ആല ഹസ്രത്ത്. ഇമാം ആല ഹസ്രത്തിന് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുമ്പോൾ കേരളക്കാരായ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉത്തരേന്ത്യയുടെ ഭാഗങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏതൊരു പള്ളിയിലേക്ക് നമ്മൾ കയറിയാലും സുബ്ഹിൻ്റെ ശേഷം നമ്മുടെ നാട്ടിൽ സലാം ബൈത്ത് ചൊല്ലുന്നത് പോലെ മുസ്തഫ ജാനെ റഹ്മത്ത് പേലാക്കോ സലാം, ഷംഅ ബസ്മെ ഹിദായത്ത് പേലാക്കോ സലാം എന്ന് തുടങ്ങുന്ന ഉറുദുവിലെ സലാം ബൈത്തിൻ ഈരടികളോടുകൂടെയാണ് നിസ്കാരശേഷം അവർ പള്ളിയിൽ നിന്ന് പിരിയാറുള്ളത്. ഈ ഗാനങ്ങൾ രചിച്ചത്, ഈ കവിത രചിച്ചത് മഹാനായ ആല ഹസ്രത്ത് ഇമാം മുഹമ്മദ് റസാ ഖാൻ ഫാദിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ്. വലിയ മഹാനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. ഹിജ്റ 14-ാം ശതകത്തിലെ മുജദ്ദിദായിരുന്നുവെന്ന് അക്കാലത്ത് ജീവിച്ചിരുന്ന പണ്ഡിതന്മാർ അദ്ദേഹത്തെ പറ്റി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം മുഹമ്മദ് റസാ ഖാൻ റളിയല്ലാഹു അൻഹു 50ഓളം വിഷയങ്ങളിലായി 1000-ൽ പരം കിതാബുകൾ എഴുതിയിട്ടുണ്ട്. കൂടുതൽ കിതാബുകൾ അദ്ദേഹം രചന നടത്തിയത് ഉറുദു ഭാഷയിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏകദേശം 25ഓളം യൂണിവേഴ്സിറ്റികളിൽ മഹാനായ ഇമാം ആല ഹസ്രത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബുകൾ പഠന വിഷയമാണ്. ഏകദേശം 200-ൽ പരം PhD തിസീസുകൾ മഹാനവറുകളുടെ പേരിൽ മാത്രം നടന്നിട്ടുണ്ട്, പഠനങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇമാം ആല ഹസ്രത്ത് റളിയല്ലാഹു അൻഹു വലിയ ആശിക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മീയ പരമ്പരയിലെ ഷെയ്ഖാകുന്ന സയ്യിദ് ആല റസൂൽ ബറക്കാത്തി റളിയല്ലാഹു അൻഹു മഹറ ഷരീഫിൽ ജീവിച്ച വലിയ സയ്യിദായിരുന്നു. അക്കാലത്ത് ജീവിച്ചിരുന്ന വലിയ ആലിമും പണ്ഡിതനും വലിയ മുറബ്ബിയായ ഷെയ്ഖുമായിരുന്നു സയ്യിദ് ആല റസൂൽ ബറക്കാത്തി റളിയല്ലാഹു അൻഹു. അവിടുത്തെ പരമ്പര എന്ന് പറയുന്നത് നമ്മുടെ വെല്ലൂർ ബാക്കിയാത്തിൻ്റെ അടുത്തുള്ള വെല്ലൂർ ലത്തീഫിയ കോളേജിൻ്റെ അവിടെ ജീവിക്കുന്ന സയ്യിദന്മാരുടെ അതേ പരമ്പരയാണ് അവിടെയുള്ള മഹറ ഷരീഫിൽ ജീവിക്കുന്ന സയ്യിദന്മാർക്കുള്ളത്. ഇന്നും നമ്മൾ മഹറ ഷരീഫിൽ പോകുമ്പോൾ, ഉത്തർപ്രദേശിലെ മഹറ ഷരീഫിൽ നമ്മൾ പോകുമ്പോൾ 7ഓളം കുത്തുബുകൾ ഒരൊറ്റ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിലെ സയ്യിദ് ആല റസൂൽ ബറക്കാത്തി റളിയല്ലാഹു അൻഹു ആണ് മഹാനരായ ആല ഹസ്രത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഷെയ്ഖ്. വലിയ മഹാനായിരുന്നു ഇമാം ആല ഹസ്രത്ത് റളിയല്ലാഹു അൻഹു. അത്തഹിയാത്തിൽ സലാം വീട്ടുന്ന സമയത്ത് വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് സലാം മടക്കാറുണ്ടായിരുന്നു. ഇമാം ആല ഹസ്രത്ത് റളിയല്ലാഹു അൻഹു രചിച്ച കാവ്യങ്ങളെപ്പറ്റി നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ കേരളീയർക്ക് സുപരിചിതമായ മുഹിയുദ്ദീൻ മാലക്ക് സമാനമായി ഹദായിക്കെ ബഖ്ഷിഷ് എന്ന് പറഞ്ഞ് ഇമാം ആല ഹസ്രത്ത് റളിയല്ലാഹു അൻഹു ഒരു രചനയുണ്ട്, ഒരു കൃതിയുണ്ട്. ഇമാം ആല ഹസ്രത്തിൻ്റെ രചനകളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഓ ക്യാ ജൂദോ കറം ഹേ ശബത് ഹാ തേരാ ഹേ നഹി സുൻതാ ഹേ നഹി മാംഗിനെ വാലാ തേരാ എന്ന് തുടങ്ങുന്ന വലിയ അർത്ഥങ്ങൾ വരുന്ന രചനകളാണ്, കാവ്യങ്ങളാണ് ഇമാം ആല ഹസ്രത്ത് റളിയല്ലാഹു അൻഹു ലോകത്തിന് സമ്മാനിച്ചത്. മാത്രമല്ല, ഇമാം ആല ഹസ്രത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ബ്രിട്ടീഷ് ഹുക്കൂമത്തിൻ്റെ കാലമായിരുന്നു. ബ്രിട്ടീഷുകാർ ഭരണം നടത്തുന്ന സമയത്ത് പത്രത്തിൽ നോക്കുമ്പോൾ ലണ്ടനിൽ ഒരാൾ ഇസ്ലാമിനെ വെല്ലുവിളിച്ച, ഒരു നാസ്തികനായ മനുഷ്യൻ ഇസ്ലാമിനെ വെല്ലുവിളിച്ചതായി, യൂറോപ്യൻ രാഷ്ട്രത്തിൽ ഒരാൾ ഇസ്ലാമിനെ വെല്ലുവിളിച്ചതായി ആല ഹസ്രത്ത് റളിയല്ലാഹു അൻഹു പത്രത്തിൽ നിന്ന് വായിച്ചറിഞ്ഞപ്പോൾ തൻ്റെ ശിഷ്യനാകുന്ന ഇബ്രാഹിം അലീമി എന്ന് പറയുന്ന ആളെ തൻ്റെ കുറച്ച് സ്ഥലം വിറ്റ് കച്ചവടം നടത്തി അതിൻ്റെ പണം കൊണ്ട് പഠിക്കാൻ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് പഠിക്കാൻ അയച്ചു. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്ന് അദ്ദേഹത്തിന് കൂടുതൽ അറിവുകൾ പറഞ്ഞു കൊടുത്ത് ഇമാം മുഹമ്മദ് റസാ ഖാൻ ഫാദിലെ ബറേൽവി റളിയല്ലാഹു അൻഹു യൂറോപ്യൻ രാജ്യത്ത് വെല്ലുവിളിച്ച ആളെടുത്ത് പോയിട്ട് സംവാദം നടത്താൻ വേണ്ടി ഇബ്രാഹിം അലീമി എന്ന് പറഞ്ഞ തൻ്റെ ശിഷ്യനെ പറഞ്ഞയക്കുകയും അദ്ദേഹം അവിടെ പോയി സംവാദം നടത്തുകയും വിജയിക്കുകയും ശേഷം യൂറോപ്യൻ നാടുകളിലും നമ്മുടെ
നമ്മുടെ ആഫ്രിക്കയുടെ മറ്റ് ചില ഭാഗങ്ങളിലും മസ്ജിദുൽ അലീമി, മദ്രസത്തുൽ അലീമിയ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ പള്ളികളും മദ്രസകളും സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും നമുക്ക് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ആ പള്ളികളും മദ്രസകളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മഹാനരായ ഇമാം അഅ്ല ഹസ്രത്ത് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനായിരുന്നു എന്ന് മാത്രമല്ല വലിയ ആശിഖുർ റസൂൽ കൂടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സ്നേഹിച്ചു മഹബത്തിലായി ജീവിച്ച മഹാനായിരുന്നു. അവിടുന്ന് മുസ്തഫ ജാനെ റഹ്മത്ത് ബലാക്കോ സലാം എന്ന കവിതാ സമാഹാരം എഴുതിയപ്പോൾ അന്നത്തെ ദയൂബന്ദിലുള്ള അന്നത്തെ അഹ്ലെ ഹദീസിൻ്റെ ആളുകൾ അദ്ദേഹത്തെ കളിയാക്കിയപ്പോൾ, വഹാബികൾ അദ്ദേഹത്തെ കളിയാക്കിയപ്പോഴാണ് അവിടുന്ന് രചന നടത്തുന്നത്. കഅബ കെ ബദ്റുദ്ദുജ തുംബെ കറോഡോ ദുറൂദ് ത്വയ്ബ കെ ശംസുല്ലുഹ തുംബെ കറോഡോ ദുറൂദ് എന്ന് പറയുന്ന കാവ്യസമാഹാരം കൂടി എഴുതിയത്. കേരളീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമാം അഅ്ല ഹസ്രത്ത് റളിയല്ലാഹു അൻഹുവിനെ സ്മരിക്കൽ നമുക്ക് അനിവാര്യമാണ്. കാരണം കേരളത്തിലുള്ള പണ്ഡിത പാരമ്പര്യത്തിൽ വരുന്ന ഇമാം അഹമ്മദ് കോയ ശാലിയാത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദാണ് എന്നത് നമുക്ക് മറക്കാൻ പാടില്ല. മാത്രമല്ല ഉത്തരേന്ത്യയിലെ ഏത് നാടുകളിലേക്ക് പോയി കഴിഞ്ഞാലും അവിടെ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദ പഠിപ്പിച്ചതും ജനങ്ങളിലേക്ക് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി പരിശ്രമം നടത്തിയ മഹാനരായിരുന്നു ഇമാം അഅ്ല ഹസ്രത്ത് റളിയല്ലാഹു അൻഹു.